ഇടുക്കി മൂന്നാർ ടൗൺ പരിസര പ്രദേശങ്ങളിലും ഇക്ക നഗറിലും തെരുവുനായ ശല്യം രൂക്ഷം. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ ഭീതി പടർത്തി അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട്. നാട്ടുകാരും വിനോദസഞ്ചാരികളും വളരെ ഭയപ്പാടുകൂടിയാണ് ഇതുവഴി നടന്നു പോകുന്നത്. വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും ഇക്കാനഗർ അടക്കമുള്ള പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു. രാത്രികാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. ഈ സമയങ്ങളിൽ കാൽനട യാത്രികർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത്. அப்போ நாங்களும் ஒத்தையில் போகும்போது நாய்களாக தான் நிறைய பார்க்குறப்போ அப்போ எந்த நேரம் என்ன சம்பவம் நடக்குன்னு தெரியாது. നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നുണ്ട്. പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവ് നായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുന്നു. நாங்கள் ரோட்டில் நடக்கும்போது புதன்கிழமை அன்னைக்கு செவ்வாய்க்கிழமை அன்னைக்கு நாங்கள் ரோட்டில் நடக்கும்போது நாய் துரத்துனது. நாங்கள் 2 பேரும் பயந்து அடிச்சு கீழே வந்து எச்சு போனோம். நாங்கள் തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും കൂട്ടമായി നടക്കുന്ന നായ്ക്കൾ പാഞ്ഞെടുക്കുന്നു. ഈ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം കടിക്കാൻ വരുവാ. ഒത്തിരി പട്ടിയുണ്ട്. കടിച്ച് വല്ലതൊക്കെ പറ്റിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റുമോ? நாய்க்கு நாங்கள் வேலை முடிச்சு வந்துட்டு இருந்தோம். நாய் 2 நாய் ஜாடை போட்டு என்னைய கடிக்க தெரிஞ்சிச்சு. இந்த இடத்துலயே தான் இந்த ரோட்டில் நாங்கள் நடக்க முடியலை. நாய்க்கு நீங்கள் ஏதாவது ஒன்று பாருங்க. நாங்கள் அன்னாடு வேலை செய்யறோம். സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത്. തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടലുണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്നു പോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.